ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റമദാൻ്റെ അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റാണ് കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിൻ്റെ ശേഷം നേരെ കിച്ചണിക്ക് കിട്ടും. ഫുഡൊക്കെ രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ അതാ ഈ ഒരു കോപ്പ് വെള്ളം ഞാൻ അങ്ങ് മോന്തി കേസ്. പിന്നെ രാത്രി അത്രയ്ക്കും ചൂടായിരുന്നു. പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ എല്ലാവരും മെയിനായിട്ട് കുടിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ തക്കാളി കറി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ 2 തക്കാളി എടുത്ത് കട്ടാക്കിയതിൻ്റെ ശേഷം അത് പിന്നെ സെറ്റാക്കി വെച്ചിട്ടോ. സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ സൊഫുനെ വിളിക്കണം. അപ്പോൾ അവിടെ ലിയോച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ലിയോച്ചിനെ സൗണ്ട് ഉണ്ടാക്കാതെ വേണം സൊഫുനെ വിളിക്കാൻ. അങ്ങനെ ഞാൻ വിളിച്ചു. ഇത് നമ്മളെ ലിയോച്ചിൻ്റെ പൂച്ചയാണ് കേട്ടോ. അങ്ങനെ ഒരാൾ ഉറക്കഭ്രാന്തിൽ വരുന്നുണ്ട്. പിന്നെ ഗൈസ് നോർമലായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു, തക്കാളി കറി ഉണ്ടായിരുന്നു, ചീരത്താളിപ്പ് ഉണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. പിന്നെ സഫുദ ഒരു ഭയം കൂടിയാണ്ട് ഔത്തുക്കാക്കിയിരുന്നു. പിന്നെ ലിയോച്ചപ്പോഴത്തേന് നീച്ചിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി സെറ്റാക്കിയതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഒരു കോപ്പ് വെള്ളം മോന്തി ഗൈസ്. അത്രയ്ക്കും ചൂടല്ലേ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴുകി സെറ്റായതിൻ്റെ ശേഷം ഇനി കുറച്ചും കൂടി നേരമുണ്ട് ബാങ്ക് കൊടുക്കാൻ. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞു. സഫു നിസ്കരിച്ച് കണ്ട് ലിയോച്ചിനെ ഉറക്കാൻ പോയിക്കണം. ഇനിയിപ്പോൾ എന്താ, ഇനി കുറച്ച് നേരം ഉറങ്ങണം. പിന്നെ അത്ര തന്നെ, ഇനി രാവിലെ കാണാം. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളും രാവിലെ വീണ്ടും എണീറ്റു ഗൈസ്. അങ്ങനെ ഓരോ കോപ്രായങ്ങളാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ ഭയങ്കര പൊട്ടിത്തെറുപ്പാണ്. ഓളൊരു രൂക്ഷമായ നോട്ടം എന്താ നിങ്ങൾക്ക് ഇപ്പം കാണാം. അപ്പോൾ ഇനി അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം. പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം. അത് തന്നെ പണി. അങ്ങനെ അവൾ ടാറ്റ തരികയാണ് ഗൈസ്. പിന്നെ അവൾക്ക് കൊടുക്കാനുള്ള പയം ഇതാ അടുപ്പത്ത് വെച്ചു പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി സെറ്റാക്കി എടുക്കാം. പിന്നെ അത് സെറ്റായി വന്നു കേട്ടോ. അങ്ങനെ അതിന് ഉടച്ചു കൊടുക്കണം കേട്ടോ, കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ടിട്ട്. ഫുഡ് കഴിക്കാൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കാക്കിയും പൂച്ചയൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ അതിനൊക്കെ കണ്ട് ഇങ്ങനെ തിന്നു. അങ്ങനെ പിന്നെ ഓളെ കൂടെ ഇവിടെ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ അവളെ ഫ്രഷ് ആക്കിയിട്ട് ഇനി ഉറക്കിച്ച് വേണം എനിക്ക് ബാക്കി പണികൾ ചെയ്യാൻ. അങ്ങനെ പിന്നെ ഞാൻ അവളെ കുളിപ്പിച്ച് ഉറക്കി കേട്ടോ. പിന്നെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇനി കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാൻ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടു. പിന്നെ കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി. ലീവിച്ച് നീച്ചിട്ടില്ല. അവൾ നീക്കുമ്പോഴത്തേനും ഒക്കെ കഴിക്കണം. അവൾ നീച്ചാൽ ഒന്നും അയക്കൂല. അങ്ങനെ പിന്നെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട്. ഇപ്പോൾ അതിനൊന്നും ടൈം ആയിട്ടില്ല. പിന്നെ അപ്പോൾ കാണാം. അങ്ങനെ പിന്നെ ലോഹർ ബാങ്കൊക്കെ കൊടുത്തു. ലോഹറൊക്കെ നിസ്കരിച്ചു. പിന്നെ അടുക്കളയിൽ കയറി പത്തിരി ഉണ്ടാക്കി, സമൂസക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കി, പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേന് പിന്നെ അസർ ബാങ്ക് കൊടുത്തു. പിന്നെ അസറൊക്കെ നിസ്കരിച്ചു. ലിയോച്ചു ഒപ്പം നിസ്കരിക്കുന്നുണ്ട് പപ്പൻ്റെ ഒപ്പം. അങ്ങനെ പിന്നെ ഭയങ്കര രസം. വിശപ്പൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. പിന്നെ സമൂസൊക്കെ റെഡിയാക്കി, സമൂസൊക്കെ പൊരിച്ചെടുത്തു. ജ്യൂസ് മാസ്റ്റർ വത്തക്ക തന്നെ ഉണ്ടോ. പിന്നെ ജ്യൂസ് അടിച്ചതൊക്കെ വത്തക്കയാണ് നമ്മളെ മെയിൻ സാധനം. വത്തക്ക വെള്ളവും അതില്ലാതെ പിന്നെ നോമ്പുതുറ ഇല്ല. അങ്ങനെ പിന്നെ ഒക്കെ സെറ്റായിട്ടോ മാഷാ അല്ലാഹ്. പിന്നെ ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞു. നോച്ചിനെക്കാട്ടും കൂടുതൽ ക്ഷീണപ്പോൾ ഫുഡ് കഴിച്ചപ്പോഴാണ്. അപ്പോൾ ഗൈസ് ഒരു 9:30 മണിയായപ്പോൾ ഞങ്ങൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചായ കുടിക്കായിരുന്നു. പത്തിരിയും ചിക്കൻ കറിയും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ നോമ്പായിട്ട് കാണാം. ബൈ ബൈ.